اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. الله سبحانه وتعالى അള്ളാഹുവിനേറെ പ്രിയപ്പെട്ട അവന്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം മക്കയെ സംബന്ധിച്ചാണ്. മക്കയുടെ ചരിത്രവും മക്കയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും. പറയാനൊരു കാരണം, ഈ വിഷയം തിരഞ്ഞെടുക്കാനൊരു കാരണം, നമ്മുടെ നാട്ടില് സാധാരണ മദീനയുടെ ഫളായില് മാത്രമേ കേൾക്കാറുള്ളൂ. മദീനയെ സംബന്ധിച്ച് പറയാറുള്ളൂ. മദീനയെ സംബന്ധിച്ച പാട്ടും സ്നേഹവും പ്രകടിപ്പിക്കാറുള്ളൂ. മക്കയെ സംബന്ധിച്ച് അറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനസ്ഥലം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തിരഞ്ഞെടുത്ത്, റസൂല് ജനിക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്ത സ്ഥലം കഅബ, അത് സ്ഥിതി ചെയ്യാൻ അല്ലാഹു തിരഞ്ഞെടുത്ത സ്ഥലം. അപ്പൊ ആ മക്കയെ സംബന്ധിച്ച് നമ്മൾ അറിയൽ അനിവാര്യമാണ്. മക്കയുടെ ചരിത്രം പറയുമ്പോൾ അത് റസൂലിന്റെ ജനനം മുതൽ അല്ലെങ്കിൽ റസൂലിന്റെ റിസാലത്ത് മുതൽ പറയേണ്ട ഒന്നല്ല, മറിച്ച് ആദം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം മുതൽ തുടങ്ങുന്നതാണ് മക്കയുടെ ചരിത്രം. ഭൂമിയിലെ ആദ്യത്തെ നാട് മക്കയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 6ഓളം പേരുകൾ മക്കൾക്ക് ഖുർആനിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 6 പേരുകൾ. ഒന്ന് മക്ക. وهو الذي كف أيديهم عنكم وأيديكم عنه ببطن مكة. മക്ക എന്ന പേര് എന്ന ഖുർആനിൽ മക്കയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഫത്ഹിന്റെ 24-ാമത്തെ ആയത്ത്. രണ്ടാമത്തെ ഒരു പേരാണ് ബക്ക. ബാവുണ്ട്. ഒന്ന് മക്ക, രണ്ട് ബക്ക. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബക്കത. ആ ബക്ക എന്താണ്? മക്ക. മക്കയുടെ രണ്ടാമത്തെ പേരാണ് ബക്ക. സൂറത്ത് ആലി ഇംറാനിലെ 96-ാമത്തെ ആയത്ത്. അടുത്തത് ഉമ്മുൽ ഖുറ. ഉമ്മുൽ ഖുറ എന്ന പേര്, എല്ലാ നാട്ടിന്റെയും ഉമ്മ എന്നർത്ഥത്തിൽ. ഖുർആനിൽ സൂറത്ത് ശൂറ 7-ാമത്തെ ആയത്തിൽ وكذلك أوحينا إليك قرآنا عربيا لتنذر أم القرى ومن حولها. وكذلك أوحينا إليك പ്രകാരം നാം താങ്കൾക്ക് വഹി നൽകിയിരിക്കുന്നു. ഖുർആനൻ അറബിയ, അറബി ഭാഷയിലുള്ള ഖുർആൻ താങ്കൾക്ക് വഹിയായി നൽകിയിരിക്കുന്നു. എന്തിന്? ലിതുൻദിറ ഉമ്മൽ ഖുറ. ഉമ്മുൽ ഖുറ, മക്കയിലുള്ള നിവാസികളെ താങ്കൾ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി, അവർക്ക് താക്കീതുകൾ നൽകാൻ, മുന്നറിയിപ്പ് നൽകാൻ. ഉമ്മുൽ ഖുറ. വമൻ ഹൗലഹ, അതിന് ചുറ്റും. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് മക്കയിൽ ഒതുങ്ങുന്നതല്ല. വമൻ ഹൗലഹ, ഭൂമി മുഴുവൻ. അപ്പോൾ മക്കയാണ് ഭൂമിയുടെ അച്ഛൻ. ആ ആയത്തിൽ എന്താണ് മനസ്സിലാക്കുന്നത്? ഇപ്പൊ ഉമ്മുൽ ഖുറ എന്ന പേരും, ഖുർആൻ പറഞ്ഞാല് ഖറിയത്തിന്റെ ജമാണ്. ഖറിയത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങൾ, നാട്. അപ്പൊ നാടുകളുടെ മാതാവാണ് ഉമ്മുൽ ഖുറ, മക്ക. നാലാമത്തെ പേര് അൽ ബലദുൽ അമീൻ. വത്തീൻ വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദ ബലദുൽ അമീൻ. അപ്പൊ ബലദുൽ അമീൻ എന്നും, സുരക്ഷിതമായ സമാധാനത്തിന്റെ നാടെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ ബലദ്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്. അൽ ബലദ് എന്ന പേരും മക്കയെ സംബന്ധിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അൽ ബൈത്തുൽ അതീഖ് എന്ന പേരും മക്കക്കുണ്ട്. ثم ليقضوا تفثهم وليوفوا نذورهم وليطوفوا بالبيت العتيق. അതിന് മക്ക എന്നും
പണ്ഡിതന്മാർ അർത്ഥം നൽകിയിട്ടുണ്ട്. ബിൽബൈത്തിൽ അതീഖ്, കഅബ എന്നും മക്ക എന്നും നൽകിയിട്ടുണ്ട് അർത്ഥം. പിന്നെ അൽ മസ്ജിദുൽ ഹറാം, മക്കയുടെ പേരായിട്ട് ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. കാരണം സൂറത്തുൽ ഇസ്റാ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ, അല്ല മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് റസൂൽ ഇസ്റാ മിഅ്റാജ് തുടങ്ങുന്നത് മസ്ജിദുൽ അഖ്സയിലേക്ക്. സഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടത് കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മിഅ്റാജിന്റെ യാത്ര തുടങ്ങുമ്പോൾ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു. ഉമ്മു ഹാനി ആരാണ്? റസൂലിന്റെ അമ്മത്താണ്. റസൂലിന്റെ അബൂ ത്വാലിബിന്റെ മകളാണ് ഉമ്മു ഹാനി. അപ്പൊ ഉമ്മു ഹാനിയുടെ വീട്ടിൽ നിന്നാണ് റസൂല് പോയത്, മസ്ജിദുൽ അഖ്സയിലേക്ക് പോയത്. അപ്പൊ മക്കയിൽ മസ്ജിദുൽ ഹറം എന്നല്ല. അപ്പൊ അൽ മസ്ജിദുൽ ഹറം എന്നുകൊണ്ട് ഉദ്ദേശം ഏതാണ്? മക്ക. ഈ 6 പേരുകളാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കക്ക് പറഞ്ഞിട്ടുള്ളത്. 6 പേരുകൾ. 6 പേരിന്റെ പിറകിൽ വ്യത്യസ്തമായ അർത്ഥങ്ങളുണ്ട്. അടുത്തത് ഖുർആനിലും ഹദീസിലും വന്ന മക്കയുടെ ഫദ്ല്, മക്കയുടെ ശ്രേഷ്ഠത. ഒന്ന്, അതിൽ ഏറ്റവും വലിയ ഫദ്ല് കഅബ എന്ന ഭവനം അത് നിർമ്മിക്കാൻ, അത് ഉണ്ടാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത സ്ഥലം മക്കയാണ്. അത് മക്കയുടെ വലിയ ഫദ്ലാണ്. അതാരും പറയില്ല. നമ്മുടെ നാട്ടിൽ ആരും ആ ഫദ്ല് പറയില്ല. ആർക്കും കഅബയ്ക്ക് വിലയില്ല നമ്മുടെ നാട്ടിലെ ആൾക്കാർ. കഅബ എന്ന വലിയ മഹത്തായ ഭവനം അത് സ്ഥിതി ചെയ്യാൻ അല്ലാഹു ഭൂമിയിൽ നിന്ന് തിരഞ്ഞെടുത്ത സ്ഥലം മക്കയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിമക്ക. മക്കയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭവനം നിർമ്മിച്ചത്. അതൊരു വലിയ ഇതാണ്. അടുത്തത് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അബൂദർ റളിയല്ലാഹു അൻഹു 4ാമതായിട്ട് മുസ്ലിമായ സഹാബിയാണ്. ആദ്യ ഘട്ടത്തിൽ തന്നെ മുസ്ലിമായ സഹാബിയാണ്. സഹാബി പറയാണ്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അൻ അവ്വലി മസ്ജിദ് വുദിഅ ഫിൽ അർദ്, ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനത്തെ സംബന്ധിച്ച്, പള്ളിയെ സംബന്ധിച്ച്, മസ്ജിദിനെ സംബന്ധിച്ച് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു. ഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം ആണ് ആദ്യത്തെ പള്ളി, കഅബയാണ്. ഖുൽതു സുമ്മ അയ്, പിന്നെ ഞാൻ ചോദിച്ചു പിന്നെ ഏതാണ്? അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദുൽ അഖ്സ, രണ്ടാമതാണ് മസ്ജിദുൽ അഖ്സ നിർമ്മിക്കപ്പെട്ടത് ഭൂമിയിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, ഖുൽതു കം ബൈനഹുമ, ഈ 2 പള്ളികളും കഅബയും ആദ്യമായിട്ട്, രണ്ടാമതായിട്ട് മസ്ജിദുൽ അഖ്സ, ഈ 2 മസ്ജിദും നിർമ്മിക്കുന്നതിന്റെ ഇടയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 40 ആമ, 40 വർഷം വ്യത്യാസം. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അടുത്തൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന്, മദീന പള്ളിയിൽ, മസ്ജിദുൽ നബവിയിൽ നിന്നിട്ട് പറയാം, സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ, എന്റെ ഈ പള്ളിയിലുള്ള ഒരു നിസ്കാരം, അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ, 1000 നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണ്, 1000 നിസ്കാരത്തെക്കാൾ പവിത്രമാണ്. ഫീമാ സിവാഹു, ഇതല്ലാത്ത മറ്റുള്ള പള്ളികൾ. അപ്പൊ മസ്ജിദുൽ നബവിയിൽ ഒരു റക്അത്ത് നിസ്കരിച്ച 1000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്. ഇല്ലൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാം ഒഴിച്ച്. മസ്ജിദുൽ ഹറാമിൽ എന്താണ്? അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ, മിൻ 100 അൽഫി സ്വലാത്തിൻ, 1,00,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്. മസ്ജിദുൽ നബവിയിൽ 1000 റക്അത്ത്, മസ്ജിദുൽ ഹറമിലോ 1 റക്അത്ത് നിസ്കരിച്ച 1,00,000 റക്അത്ത് നിസ്കരിച്ച പ്രതിഫലമാണ്. നമ്മൾ ആൾക്കാർ ഹജ്ജിനോ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? അടുത്ത റൂം എടുക്കും, ഒരു വാങ്ങ് കൊടുത്താൽ ആ റൂമിൽ നിന്ന് നിസ്കരിക്കുക, അല്ലെങ്കിൽ ആളുകൾ ചെറിയ ചെറിയ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുക. ആ ഫദ്ല് നഷ്ടപ്പെടുത്തുക. ഞാൻ നമ്മുടെ ജ്യേഷ്ഠക്കാർ പഠിക്കുന്ന സമയത്ത് പോയി,
അപ്പൊ ഇങ്ങനെ അതിനു ശേഷം മസ്ജിദ് നബവി മദീനത്താണ്, മസ്ജിദ് നബവിയിൽ ഇങ്ങനെ പോയി. അവിടുന്ന് മസ്ജിദുൽ ഹമാമ കുറെ പള്ളികളുടെ അടുത്തടുത്ത് അങ്ങനെ ഓരോന്നോരോന്ന് പരിചയപ്പെടുത്തി കാണിച്ചു തരണം ഞാൻ ആദ്യമായിട്ട് പോയപ്പോ. അപ്പൊ ഇഷാ പറഞ്ഞെടുത്തപ്പോ മസ്ജിദുൽ ഹമാമയിലേക്ക് കയറി നിസ്കരിക്കാൻ വേണ്ടി. അപ്പൊ അവിടുത്തെ ഇമാമ പറഞ്ഞു അവിടെ 1000 റക്അത്തിന്റെ പള്ളിയുണ്ട്, അങ്ങോട്ട് പോയിക്കോ. നമ്മൾ തിരിച്ചു നമ്മളത് ചിന്തിക്കുന്നില്ല. നമ്മള് എല്ലാ പള്ളിയും നിസ്കരിക്കണം, റസൂൽ എല്ലാ പള്ളിയിലും കയറണം, അങ്ങനത്തെ ഇതൊക്കെയോ ചിന്തകളാണ്. നമ്മള് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. മക്കത്തെ പള്ളിയിൽ 1,00,000 അധികം പ്രതിഫലമാണ് ഒരു നിസ്കാരത്തിന്. അതൊരു മക്കയുടെ ശ്രേഷ്ഠതയാണ്. അടുത്തത് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ഭൂമി മക്കയാണ്. മക്കയിലാണ് എല്ലാം ഉള്ളത്. മദീനത്ത് ഒരമലുമില്ല ഹജ്ജിന്റെ. ഉംറയുടെ ഒരു അമലും മദീനത്തില്ല. ഉംറയുടെയും ഹജ്ജിന്റെയും അമല് മുഴുവൻ എവിടെയാണ്? മക്കത്താണ്. നമ്മൾ ആൾക്കാര് ഉംറക്കൊക്കെ സ്റ്റാറ്റസ് ഉള്ളത് മദീനയിലേക്ക്, പുണ്യ മദീനയിലേക്ക്. മദീനയായിട്ട് ഉംറക്ക് ഒരു ബന്ധമില്ല, ഹജ്ജിന് ഒരു ബന്ധമില്ല. അപ്പൊ നമ്മുടെ നാട്ടിലെ മാനസികാവസ്ഥ അതാണ്. എന്തുകൊണ്ടോ മക്കയെ എല്ലാവരും മറന്നുപോയി, കാബയുടെ ഫദൽ എല്ലാവരും മറന്നുപോയി. പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയില്ല. അപ്പൊ ഹജ്ജിന്റെ കർമ്മങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കാൻ തിരഞ്ഞെടുത്ത ഭൂമി മക്കയാണ്. അതിലുപരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതാണ്. അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റയുടെ സമയം മക്കയിൽ ഇനി ജീവിക്കാൻ കഴിയില്ല. ആ രീതിയിൽ പ്രയാസം അങ്ങേയറ്റത്തെത്തി. സഹാബാക്കളൊക്കെ ഹിജ്റ പോകാൻ റസൂൽ കൽപ്പിച്ചു. റസൂൽ കാത്തിരിക്കണം അല്ലാഹുവിന്റെ അനുവാദം കിട്ടാൻ. അള്ളാഹുവിന്റെ അനുവാദം കിട്ടി ഹിജ്റക്ക്. കൂടെ അബൂബക്കർ സിദ്ദീഖിനെ കൂട്ടണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിക്ക് രാത്രിയാണ് മക്കയിൽ നിന്നും പോകുന്നത്. അപ്പൊ ആ സമയത്ത് ഹദീസിൽ കാണാം അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ വന്നു, മക്കയിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടേയുണ്ട്. അങ്ങനെ മക്കയിൽ നിന്ന് മക്കയുടെ ബോർഡർ വിട്ടങ്ങ് പോകുമ്പോ റസൂൽ തിരിഞ്ഞു നിന്നു മക്കയെ നോക്കിക്കൊണ്ടിട്ട് റസൂൽ പറഞ്ഞു, വല്ലാഹി ഇന്നക ലഖൈറു അർദില്ലാഹ്. മക്കയെ നോക്കി പറയണം, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ഭൂമിയിൽ നിനക്കാണ് ഏറ്റവും വലിയ ഖൈറായ ഭൂമി നീയാണ്. വഅഹബ്ബു അർദില്ലാഹി ഇലല്ലാഹ്, ഭൂമിയിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം നീയാണ്. അഥവാ മക്കയാണ്. സഹീഹായ ഹദീസാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഖൈറായ സ്ഥലം മക്കയാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മക്കയാണ്. വലൗലാ അന്നി ഉഖ്രിജ്തു മിൻകി മാ ഖറജ്തു, ഈ നാട്ടിൽ നിന്നിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ട് പോകുമായിരുന്നില്ല. ആ ഒറ്റ വാക്ക് മതി മക്കയുടെ ഫദ്ലറിയാൻ. അത്ര സ്ഥാനം മക്കക്കുണ്ട് ഭൂമി. ഒരായത്ത് ومن يرد فيه بإلحاد بظلم نذقه من عذاب أليم. മസ്ജിദുൽ ഹറാമിൽ മക്കയിൽ ആരെങ്കിലും അക്രമം ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നുദിഖുഹു മിൻ അദാബിൻ അലീം, കഠിനമായ ശിക്ഷ ഞാൻ അവനെ അനുഭവിപ്പിക്കും. അല്ലാഹുവിന്റെ താക്കീതാണ്. സാധാരണ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും മൻ ഹമ്മ ബിഹസനത്തിൻ, ആരെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, ആ നന്മ അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഫലഹു അജ്റുൻ, അല്ലാഹു അവനൊരു നന്മ രേഖപ്പെടുത്തും. ആ നന്മ ചെയ്താലോ 2 നന്മ രേഖപ്പെടുത്തും. ഒരാൾ ഒരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു, മൻ ഹമ്മ ബിസയ്യിഅത്തിൻ, പക്ഷെ ചെയ്തില്ല, അല്ലാഹു അവന് ഒരു തെറ്റും രേഖപ്പെടുത്തൂല. പക്ഷെ മസ്ജിദുൽ ഹറാമിൽ ആരെങ്കിലും അക്രമം ചെയ്യാൻ ഉദ്ദേശിച്ച മതി, നുദിഖുഹു മിൻ അദാബിൻ അലീം, കഠിനമായ ശിക്ഷ ഞാൻ അവനെ അനുഭവിപ്പിക്കും. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീർ കൊടുക്കുകയാണ്, മുജറദുൽ ഇറാദത്തി ലിൽ ദുൽമി, മസ്ജിദുൽ ഹറാമിൽ എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ മാത്രം മതി. അതെന്താണ്? മൂജിബുൽ ലിൽ അദാബ്, അല്ലാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമാകുന്ന കാര്യമാണ്. അതും ആ പള്ളിയുടെ സ്ഥാനമാണ്, മക്കയുടെ ഫദ്ലാണ്. അത് ഇസ്ലാമിൽ ഫദ്ല് പറയപ്പെട്ട സ്ഥലമാണ് മക്ക. ഇനി മക്കയില് നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ: 1 മസ്ജിദുൽ ഹറാം കഅബ, 2 ഗാറു ഹിറ, ആദ്യമായിട്ട് വഹി ഇറങ്ങുന്നത്, രണ്ടാമത്തത് ഗാറു സൗർ, ഹിജ്റ പോകുന്ന സമയത്ത് റസൂൽ ഒളിച്ചിരുന്ന സ്ഥലം, പിന്നെ മഖ്ബറത്തുൽ മുഅല്ല, ഖബർസ്ഥാൻ, മക്കയിലെ ഖബർസ്ഥാൻ, പിന്നെ അറഫ, മിന, മുസ്ദലിഫ, ഇതൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ജംറാത്ത്, കല്ലെറിയേണ്ട സ്ഥലം, പിന്നെ സഫ, മർവ, പിന്നെ മാഉ സംസം.
ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മക്കൾ നാം അറിയേണ്ട കാര്യം. നമുക്ക് ഓരോന്നോരോന്ന് വിശദീകരിക്കാം ചെറിയ രീതിയിൽ ഇൻഷാ അല്ലാഹ്. ആദ്യം കഅബ. ഭൂമിയിൽ ആദ്യമായി നിർവഹിക്കപ്പെട്ട ഭവനമാണ് കഅബ. അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആദ്യമായി നിർവഹിക്കപ്പെട്ട ഭവനം കഅബ. 3 അഭിപ്രായങ്ങളാണ് പണ്ഡിത ലോകത്തുള്ളത് കഅബയുടെ നിർമ്മാണത്തെ സംബന്ധിച്ച്. ശരിക്കും മനസ്സിലാക്കണം, കഅബയുടെ നിർമ്മാണത്തെ പറ്റി 3 പണ്ഡിത അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇന്നല്ലാഹ ഖലഖ ബിനഫ്സിഹി, അല്ലാഹു സ്വയം ഭൂമിയിൽ നിർമ്മിച്ചതാണ് കഅബ. അല്ലാഹു നിർമ്മിച്ചതാണ്. അതിന് തെളിവായിട്ട് പറയുന്നത് ഈ ആയത്താണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിമക്ക, ജനങ്ങൾക്ക് വേണ്ടി മക്കയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി വെച്ച പള്ളി. വുദിഅ എന്ന പദത്തിന്റെ അർത്ഥം വെക്കുക. വുദിഅ എന്ന് പറഞ്ഞാൽ വെക്കുക. സാധാരണ നമ്മൾ ഈ ബിൽഡിംഗ് ഒക്കെ എടുക്കുന്നതിന്, വീടൊക്കെ ഉണ്ടാക്കുന്നതിന് എന്താ പറയാ, അറബിയില് ബന എന്നാ പറയാ. ബന യബ്നി എന്ന് പറഞ്ഞാല് ഓരോ ഇഷ്ടിക വെച്ചിങ്ങനെ ഉണ്ടാക്കുക, എടുപ്പുകൾ ഉണ്ടാക്കുക, ഘട്ടം ഘട്ടമായിട്ട് ഉണ്ടാക്കുക. അതിനാണ് ബന എന്ന് പറയുന്നത്. പക്ഷെ അല്ലാഹു ഖുർആനിൽ ഉപയോഗിച്ച വാക്ക് എന്താണ്? വുദിഅ എന്നാണ്. ബുനിയ എന്നല്ല, നിർമ്മിക്കപ്പെട്ടതെന്നല്ല അത് ഉപയോഗിച്ചത്, മറിച്ച് വുദിഅ എന്നാണ്. അഥവാ അല്ലാഹു നേരിട്ട് ഭൂമിയിൽ സ്ഥാപിച്ചതാണ് കഅബ എന്ന് ഒരഭിപ്രായം. രണ്ടാമത്തത് ബനാഹ അൽ മലായിക. രണ്ടാമത്തെ അഭിപ്രായം മലക്കുകൾ നിർമ്മിച്ചതാണ്. കഅബ മലക്കുകൾ നിർമ്മിച്ചതാണ്. അതിന്റെ ചരിത്രം പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയാം, ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു സൃഷ്ടിക്കാൻ പോവാണ്, ആദമിനെ സൃഷ്ടിക്കാൻ പോവാണ്. അല്ലാഹു പറയുമ്പോഴേക്കും മലക്കുകൾ തിരിച്ചു വെച്ചത് എന്താണ്? അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, അല്ലാഹുവേ രക്തം ചിന്തുന്നവരും ഫസാദ് ഉണ്ടാക്കുന്നവരുമായ ആൾക്കാരാണ് നീ എന്തിനെ നിശ്ചയിക്കുന്നത്? നമ്മളില്ലേ ഇബാദത്ത് ചെയ്യാൻ? അതാണ് മലക്കുകളുടെ ചോദ്യം. ആ ചോദ്യത്തിൽ അല്ലാഹു പറയുമ്പോഴേക്ക് തിരിച്ച് അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ മലക്കുകൾ തിരിച്ചു ചോദിച്ചു. അതിന് മലക്കുകൾ ഖേദിച്ചു. അതാണ് ദിക്റിക്കാണ് ചെയ്തത് അവിടെ. അതിന് മലക്കുകൾ ഖേദിച്ചു. അവർ പെട്ടെന്ന് അല്ലാഹുവിന്റെ അടുക്കിലേക്ക് മടങ്ങി. അല്ലാഹു പറയുന്നതിലേക്ക് അല്ലാഹുവിന്റെ അനുവാദം കിട്ടാതെ സംസാരിച്ചത്. അതിന്റെ പകരമായിട്ട് എന്ത് ചെയ്തു? അല്ലാഹു ബൈത്തുൽ മഅമൂർ എന്നൊരു ഇത് പണിതു. ബൈത്തുൽ മഅമൂർ, കഅബയുടെ നേരെ മുകളിലാണ് ബൈത്തുൽ മഅമൂർ. മലക്കുകൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈത്തുൽ മഅമൂറിൽ ഓരോ ദിവസവും 70,000 മലക്കുകൾ അതിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ആ 70,000 മലക്കുകൾ അതിലേക്ക് പ്രവേശിച്ചാൽ പിന്നെ തിരിച്ചു വരുന്നില്ല. അപ്പൊ മലക്കുകളുടെ എണ്ണത്തിലുണ്ടാവും അള്ളാഹുവിന്റെ ജുനൂദിന്റെ എണ്ണം അള്ളാഹുവിനല്ലാതെ ഒരാൾക്ക് അറിയാം. ഓരോ ദിവസവും 70,000 മലക്കുകൾ അതിലേക്ക് കയറി ചെല്ലുന്നു. അതൊന്നും തിരിച്ചു വരുന്നില്ല. ബൈത്തുൽ മഅമൂർ, അതാണ് ബൈത്തുൽ മഅമൂർ. അതിനെന്ത് ചെയ്തിട്ട് മലക്കുകൾ എപ്പോഴും തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്തിന്? ഇതിന്റെ പ്രായശ്ചിത്തം എന്നോണം അള്ളാഹുനോട് നിൽക്കാൻ കാണിച്ചത്, ചോദിച്ചത്. ആ ചോദിച്ചതിന്റെ പ്രായശ്ചിത്തം എന്നോണം അതിനെ തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ആദം നബി അലൈഹിസ്സലാം ധിക്കാരം കാണിച്ചു, അല്ലെ? അള്ളാഹുവിന്റെ കൽപ്പനക്ക് ധിക്കാരം കാണിച്ചു സ്വർഗത്തിൽ. അപ്പൊ ഈ സ്വർഗത്തിൽ ബൈത്തുൽ മഅമൂർ ആര് കാണുന്നുണ്ട്? ആദം നബി അലൈഹിസ്സലാം കാണുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വന്നു. അപ്പോ തെറ്റ് ചെയ്ത ആദം നബി അലൈഹിസ്സലാം ഖേദിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങി. ആ ഖേദ പ്രകടനം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ഭൂമിയിൽ കഅബ നിർമ്മിക്കാൻ കൽപ്പിച്ചു. മലക്കുകൾക്ക് ബൈത്തുൽ മഅമൂർ നിർമ്മിച്ചു കൊടുത്തതുപോലെ ഭൂമിയിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ പാപങ്ങൾ കഴുകിക്കളയാൻ ഭൂമിയിൽ കഅബ നിർമ്മിക്കാൻ അല്ലാഹു മലക്കുകളോട് കൽപ്പിച്ചു. അങ്ങനെയാണ് കഅബ നിർമ്മിക്കപ്പെടുന്നത്. ഭൂമി ആദം നബി അലൈഹിസ്സലാം ആ കഅബക്ക് തവാഫ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ സ്വർഗത്തെ ഓർക്കും. വലിയ സങ്കടം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? മലക്കുകളുടെ കയ്യിൽ സ്വർഗത്തിലുള്ള ഒരു കല്ല് കൊടുത്തയച്ചു. ഹജറുൽ അസ്വദ്, സ്വർഗത്തിലുള്ള കല്ലാണ്. അത് കൊടുത്തു. അത് കഅബയുടെ ഒരു ഭാഗത്ത് വെച്ചു. അപ്പൊ തവാഫ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആ കല്ല് കാണും ആദം നബി അലൈഹിസ്സലാം. വലിയ സങ്കടം കല്ല് കാണുമ്പോൾ.
സ്വർഗത്തിൽ ഇറങ്ങി വന്നത്. അതിനെ ചുംബിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജറുൽ അസ്വദ് അബ്യദു മിനൽ ലബൻ, അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് പാലിനേക്കാൾ വെളുത്തതായിരുന്നു. അത് പിന്നീട് ആദം സന്തതികളുടെ പാപക്കറകളെ ഒലിച്ചെടുത്തിട്ട് അത് കറുത്തു പോയതാണെന്ന് സഹിഹായ ഹദീസാണ്. ഇപ്പൊ നമ്മൾ കാണുന്നതാണ് കറുത്ത കല്ലാണ്. ആ രീതിയിൽ അതാണ് എന്താണ് കാബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാമിന് കാണാൻ ആ ഹജറുൽ അസ്വദ് ഇറക്കി കൊടുത്തു. അങ്ങനെ ആ കാബ തുടർന്നു. ഏതുവരെ? നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലം തന്നെ. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലം തൂഫാൻ വന്നത്. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ഖൗമിനെ അല്ലാഹു നശിപ്പിച്ചത് വെള്ളപ്പൊക്കത്തിലൂടെയാണ്. ആ വെള്ളപ്പൊക്കത്തിൽ കഅബ പൂർണ്ണമായിട്ടും തകർന്നു. അങ്ങനെ കഅബ മൊത്തമായി തകർന്നു. ഹജറുൽ അസ്വദ് ജബൽ അബി ഖുബൈസ് എന്ന മലക്കാണ് പോയി പതിച്ചത്. ആ മലയിലുണ്ടായി. ആ മലക്ക് ചെറിയൊരു പ്രകാശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജബൽ അബി ഖുബൈസ്. ഖബസ് എന്ന് പറഞ്ഞാല് വെളിച്ചത്തിനാ പറയാം. രാത്രി നമ്മള് ചൂട്ട പിടിക്കൂല കത്തിച്ചോണ്ട്, അങ്ങനെ വെളിച്ചത്തിനാണ് ഖബസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ മലക്ക് അങ്ങനെ പേര് വരാൻ കാരണം. ഇപ്പൊ കഅബ സ്ഥിതി ചെയ്യുന്നത് രണ്ട് മലകൾക്കിടയിലാണ്. ഒന്ന് ജബൽ അബി ഖുബൈസ്, രണ്ട് ജബലു ഖൈഖഅൻ എന്ന രണ്ട് മലകൾ. ഇന്ന് ജബൽ അബി ഖുബൈസ് എവിടെയാണ്? ഇന്ന് ജബൽ ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്നു. നമ്മുടെ മസ്ജിദുൽ ഹറാമിൽ ഇമാമുകളൊക്കെ വരും. ഇമാമിന്റെ റൂമാണ് അതിന്റെ മുകളിലുള്ളത്. രാജാവിന്റെ റൂം ഒക്കെ അവിടെ ഉള്ളത് ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ. ചരിത്രത്തിൽ ആ രണ്ട് മലകൾ അറിയപ്പെട്ടത്, ഒന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനത്തിനോളം ചന്ദ്രൻ രണ്ട് പിളർപ്പായിരുന്നു. അതിലൊരു പിളർപ്പ് ജബൽ അബി ഖുബൈസിന്റെ മലയുടെ സൈഡിലായിരുന്നു, മറ്റേത് ജബൽ ഖൈഖഅൻ എന്ന മലയുടെ ഈ സൈഡിലായിരുന്നു. ഈ രണ്ട് സൈഡിലായിട്ടാണ് ഖുറൈശികൾ ചന്ദ്രൻ പിളർന്നതായിട്ട് കണ്ടത്. അപ്പൊ ഈ കല്ല് ഹജറുൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് വെള്ളപ്പൊക്കത്തിൽ കഅബ നശിച്ചു, പൂർണ്ണമായിട്ട് നശിച്ചു. അപ്പൊ ഈ കല്ല് പോയിട്ട് ജബൽ അബി ഖുബൈസ് എന്ന മല മുകളിലായി. അപ്പൊ അവിടെ ഉണ്ട് കല്ല്. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാലത്താണ് കഅബ പുതുക്കിപ്പണിയുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിച്ചത് ഇറാഖിലെ ബാബിൽ എന്ന സ്ഥലത്ത് ഊർ എന്ന ഗ്രാമത്തിലാണ്. ഭാര്യ സാറ. അങ്ങനെ ജീവിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഷാമിലേക്ക് പോയി. ഷാം അന്ന് മിസ്ർ ഷാമിന്റെ ഭാഗമാണ്, ഇന്നത്തെ ഈജിപ്ത്, മിസ്ർ. അവിടുത്തെ രാജാവുമായിട്ട് ചെറിയൊരു സംഭവം നടന്നു. അതിന്റെ പേരിൽ ആ രാജാവ് എന്ത് ചെയ്തു? ഭാര്യ സാറക്ക് ഹാജറിനെ ഹദിയായിട്ട് നൽകി, സമ്മാനമായിട്ട് നൽകി. അത് തിരിച്ചു ആ സാർ എന്ത് ചെയ്തു? ആ ഹാജറിന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് നൽകി. സാറ് പ്രസവിച്ചിരുന്നില്ല. അത് തിരിച്ച് ഇറാഖിലെത്തി. അവിടുന്ന് ഹാജർ ഗർഭിണിയായി. ഗർഭിണിയായ സമയത്ത് ആദ്യത്തെ ഭാര്യ സാറക്ക് പ്രയാസം. സാധാരണ ഉണ്ടാവല്ല, രണ്ട് ഭാര്യമാരുണ്ട്. ഒരു ഭാര്യക്ക് നിയമത്തിൽ കിട്ടുമ്പോൾ മറ്റുള്ള പ്രയാസം ഉണ്ടോ? സ്വാഭാവികമായിട്ട്. ആ പ്രയാസത്തിൽ വല്ലാതെ പ്രയാസപ്പെട്ടു. ചിത്രത്തിൽ കാണാം, ഹാജറ ബേബിയാണ് ആദ്യമായിട്ട് വലിയ വസ്ത്രം ധരിച്ചത്. എന്തിന്? ഈ ഗർഭത്തിന്റെ ഇത് അടയാളം സാറയിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് വലിയ വസ്ത്രം ധരിച്ചത്. അങ്ങനെ വലിയ പ്രയാസമായപ്പോ ഹാജറാനെയും മകനെയും മാറ്റാൻ അല്ലാഹു കൽപ്പിച്ചു. അങ്ങനെയാണ് ഹാജറിനെയും മകനെയും കൂട്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിലേക്ക് വരുന്നത്. മക്കയിലേക്ക് വന്ന് ജബൽ അബി ഖുബൈസിന്റെ മല മുകളിലുണ്ടായത്. അത് കാബയില്ല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യണം. അവിടെ ആക്കി ജബൽ അബി ഖുബൈസിന്റെ മല മുകളിലാക്കിയിട്ട് പറഞ്ഞു, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദി ഗൈരി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കഅബ എവിടെ ഉണ്ടെന്ന് അടയാളം മനസ്സിലായത്. റബ്ബന അല്ലാഹുവേ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, എന്റെ കുടുംബത്തെ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു, ബിവാദിൻ ഗൈരി ദി സറഇൻ,
ഒരു കൃഷിയോജ്യമല്ലാത്ത, ആൾതാമസമില്ലാത്ത, മനുഷ്യന് താമസിക്കാൻ യോജ്യമല്ലാത്ത ഈ മരുഭൂമിയിൽ, ഈ സ്ഥലത്ത് പാറക്കെട്ടുകൾക്കിടയിൽ ഞാൻ എന്റെ കുടുംബത്തെ താമസിപ്പിച്ചിരിക്കുന്നു. എവിടെ? കിട്ടി, അവിടെയാണ് കാബയുള്ളത്. ആ സമയത്ത് മകൻ ഇസ്മായിൽ പാല് കുടിക്കുന്ന ചെറിയ കുട്ടിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ച് ഇറാഖിലേക്ക് പോയി. ആ സമയത്ത് ആസറിനെയും മകനെയും കൊണ്ടാക്കുന്ന സമയം അവരുടെ കയ്യിൽ കുറച്ച് വെള്ളവും ഉണങ്ങിയ മാംസവും ഉണ്ടായിരുന്നു. ചരിത്രം മാംസം പറയുമ്പോൾ പറയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇടക്കിടക്ക് വരും, നടന്നിട്ടാണ് വരിക. മകനെയും ഭാര്യയെ കാണാൻ ഇടക്കിടക്ക് നടന്നിട്ട് ഇറാഖിൽ നിന്ന് വരും. അങ്ങനെ ഒരു ദിവസം വന്നു. മകൻ ഇസ്മായിൽ വലുതായി. അങ്ങനെയാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കാബയുടെ പണി തുടങ്ങുന്നത്. കല്ലുകൾ ശേഖരിച്ചു, പാറകളിൽ നിന്ന്, മലയിൽ നിന്ന് കല്ലുകൾ കൊണ്ടുവന്നു. കുറെ വർഷങ്ങൾ എടുത്തിരുന്നു. പിന്നെ ആ സ്ഥലം കണ്ടെത്തി, കാബ നിന്നിരുന്ന സ്ഥലം കണ്ടെത്തി. അതിന്റെ അടിത്ത തറ അവിടെയുണ്ട്. ആ തറയുടെ മുകളിൽ എടുപ്പെടുക്കുന്നത്, ഉയർത്തുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമുമാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിലും കഅബയുടെ ആ എടുപ്പ് അത് ഉയർത്തിയപ്പോൾ അവർ ദുആ ചെയ്തു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആ പണി പൂർത്തിയാക്കി അവരുടെ ദുആ അത് സ്വീകരിച്ചു. അങ്ങനെയാണ് പിന്നെ കഅബ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് പിന്നെ വീണ്ടും കഅബ എടുക്കുന്നത്. അത് തുടർന്നു. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? ഹജറുൽ അസ്വദ്, ജബൽ അബീ ഖുബൈസ് എന്ന മലമുകളിൽ നിന്നും ഹജറുൽ അസ്വദ് കൊണ്ടുവന്ന് അതിന്റെ സ്ഥാനത്ത് വെച്ചു. ആ കഅബ പിന്നീട് ഖുറൈശികളുടെ കാലം, ഖുറൈശികൾ അപ്പുറത്ത് കഅബ പൊളിക്കാൻ വന്നല്ലോ. അപ്പുറത്ത് കഅബ പൊളിക്കാൻ വരാൻ കാരണം അപ്പുറത്ത് യമനാണ്. യമനിൽ നിന്നും അപ്പുറത്ത് വന്നു. ലക്ഷ്യം എന്താണ്? കഅബ പൊളിച്ച് ജനങ്ങളൊക്കെ പിന്നെ കഅബയിലേക്ക് വരാമല്ലോ. എല്ലാവരും യമനിലേക്ക് വരണം. യമനിൽ എന്ത് ചെയ്തു? അവരൊരു കഅബ പോലത്തെ ഒന്ന് പണിതു. എല്ലാവരും അവിടേക്ക് വരണം. ലോകം യമനിലേക്ക് തിരിയണം എന്ന ആ ഒരു ചിന്തയിലാണ് അബ്രഹത്ത് വരുന്നത്. അബ്രഹത്തിന് അന്ന് സഹായിച്ചതാരാണ്? നജ്ജാശി രാജാവ്. നജ്ജാശി എന്ന് പറഞ്ഞാല് എത്യോപ്യയിലെ രാജാവ്. റസൂലിന്റെ കാലത്തുണ്ടായ നജ്ജാശിയാണ്. അതൊരു സ്ഥാനപ്പേരാണ്. ആ രാജാക്കന്മാരുടെ പേരാണ് നജ്ജാശി. അപ്പൊ ആ കാലഘട്ടം റോമിലെ രാജാക്കന്മാരാണ് കൈസർ, കിസ്റ. പേർഷ്യൻ്റെത് കൈസർ. അങ്ങനെ ഓരോ സ്ഥാനപ്പേര് അറിയപ്പെട്ടു. ഈ മിസ്റിൻ്റെത് ഫിർഔൻ. ഓരോ സ്ഥാനപ്പേരാണ് ആ രാജാക്കന്മാരുടെ. അപ്പൊ ആ നജ്ജാശി രാജാവാണ് ആനപ്പടയെ കൊടുത്തിട്ട് അബ്രഹത്തിനെ സഹായിക്കുന്നത്. പക്ഷെ ആ ചിത്രം അവസാനം വരുന്നത്. അപ്പൊ ഈ വന്നു, പക്ഷെ അത് പരാജയപ്പെടും. അതിനുശേഷം ഖുറൈശിയുടെ കാലത്ത് എന്താണെന്നോ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി. അതിൽ കഅബ ഭാഗികമായി നശിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പുതുക്കപ്പെടുന്നപ്പോ കഅബയുടെ രൂപം എങ്ങനെയായിരുന്നു? ചതുരത്തിലായിരുന്നില്ല. നമ്മുടെ പള്ളിയുടെ മെഹ്റാബ് ഉണ്ടാവില്ലേ, ഇങ്ങനെയാണെങ്കിൽ വട്ടത്തില് ഇങ്ങനെയായിരുന്നു കഅബയുടെ രൂപം. 4 ചതുരും 3ാമത്തത് റൗണ്ട്. അതായിരുന്നു കഅബയുടെ രൂപം. ആ രൂപത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉയർത്തിയത്. ഖുറൈശിയുടെ കാലത്ത് അത് തകർന്നു. അത് തകർന്ന് എന്ത് ചെയ്തു? അത് പുതുക്കി പണിയാൻ ഖുറൈശികൾ തീരുമാനിച്ചു. കഅബ പുതുക്കി പണിയാൻ ഖുറൈശികൾ തീരുമാനിച്ചു. അവര് രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. എല്ലാവരും വിളിച്ചു കൂട്ടി. ദാറുൻ നദ്വ എന്ന അവരുടെ കേന്ദ്രത്തിൽ എല്ലാവരും വിളിച്ചു കൂട്ടി. എന്നിട്ട് പറഞ്ഞു കഅബ പുതുക്കി പണിയാണ്. അതിന് ഹലാലായ സമ്പത്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അന്ന് അവർ പലിശ കച്ചവടക്കാരായിരുന്നു. ഹറാമായ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഖുറൈശികൾ, മക്കത്തെ മുശ്രിക്കുകള് പാരമ്പര്യ മുസ്ലിങ്ങളായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിൽ ജീവിച്ചു വരുന്നവരായിരുന്നു. ഹറാമായ ഒരു സമ്പത്തും അള്ളാഹുവിന്റെ ഭവനം നിർമ്മിക്കാൻ ഉപയോഗിക്കൂല. അതിന് കിട്ടിയ സമ്പത്ത് അവർ പണി തുടങ്ങി.
ആ സമയത്താണ് ഹജറുൽ അസ്വദ് എവിടെ വെക്കണം, ആര് വെക്കും, തർക്കത്തിലായി. യുദ്ധത്തിന്റെ മുഖത്ത് വരെ എത്തി. പരസ്പരം അവർ ശപഥം ചെയ്തു, മരണം വരെ യുദ്ധം ചെയ്യും, നമ്മുടെ ഗോത്രം വെക്കണം. അങ്ങനെയാണ് മക്കത്ത് ഏറ്റവും പ്രായം കൂടിയ ഒരാൾ പറഞ്ഞു, ആ രണ്ട് വാദികൾക്കുള്ളിലൂടെ ആരാണോ ആദ്യമായിട്ട് മസ്ജിദുൽ ഹറാമിലേക്ക് വരുന്നത് അവൻ തീരുമാനിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതിലെ ആദ്യം വന്നത്. റസൂൽ വന്നു. പ്രശ്നം റസൂൽ മുമ്പിൽ പറയപ്പെട്ടു. റസൂലിന് തുണി കൊണ്ടുവരാൻ പറഞ്ഞു. ആ തുണി വെച്ച് റസൂൽ ആ കല്ലെടുത്ത് വെച്ചു. ആ തുണി എല്ലാ ഗോത്രത്തോടും പിടിക്കാൻ പറഞ്ഞു. എല്ലാവരും പിടിച്ചു പൊന്തിച്ചു. അതിന്റെ സ്ഥാനത്തെത്തിയപ്പോ റസൂൽ ആ കല്ലെടുത്തതിന്റെ സ്ഥാനത്ത് വെച്ചു. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അങ്ങനെ കഅബ അവർ പണിതു. അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അവർ എന്താക്കി, ആ ബാക്കി ഭാഗം വെച്ചു ഈ ചതുരാകൃതിയിലാക്കി ചുരുക്കി. കഅബയെ ചതുരാകൃതിയിലാക്കിയിട്ട് അവർ ചുരുക്കി. ഖുറൈശികൾ അന്ന് പണിയെടുത്തപ്പോ 4 വ്യത്യാസങ്ങളാണ് കഅബയുടെ പണിക്ക് അവർ വരുത്തിയത്. ഒന്ന്, കഅബയ്ക്ക് 2 വാതിലുണ്ടായിരുന്നു. ഇപ്പൊ ഒരു വാതിലുള്ളൂ. അന്ന് കഅബയ്ക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പണിയുമ്പോ 2 വാതിലുണ്ടായിരുന്നു. അത് ഒരു വാതിലായിട്ട് ചുരുക്കി. സമ്പത്തിന്റെ പ്രശ്നം കാരണം ഒരു വാതിലായിട്ട് ചുരുക്കി, മറ്റേ ഭാഗം മറച്ചു. അതിന്റെ അടയാളമുണ്ട്, വാതിലിന്റെ അടയാളം ഇന്ന് കാണാം. വിസ്ഫോടനത്തിയാണ് ഒരു വാതിൽ മാത്രം ചുരുക്കി. രണ്ടാമത്തത്, കഅബയുടെ തറ ഉയർത്തി. ഇന്നൊരാൾ പൊക്കത്തിലാണ് അല്ലെ, ഇങ്ങനെ എന്നാലും നമുക്ക് വാതിൽ ഇങ്ങനെ പിടിക്കാൻ കഴിയും. പണ്ടങ്ങനെ ആയിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഉണ്ടാക്കിയ കഅബ ഇതേപോലെയായിരുന്നു വാതിൽ, നമുക്ക് നേരിട്ട് കയറാൻ പറ്റും. പക്ഷെ ഖുറൈശികൾ എന്ത് ചെയ്തു, ഇനിയും വെള്ളപ്പൊക്കം ഉണ്ടായി പ്രയാസം ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്തു, അതിന്റെ തറ ഉയർത്തി. ഒരാൾ പൊക്കത്തിൽ അതിന്റെ വാതിലായി. രണ്ടാമത്തത്, ഇത് 2 കാര്യം. മൂന്നാമത്തത്, കഅബക്ക് മേൽക്കൂര ഉണ്ടായിരുന്നില്ല. മുകൾ തുറന്ന മുഖമായിരുന്നു. ഖുറൈശികൾ എന്ത് ചെയ്തു, മേൽക്കൂര നിർമ്മിച്ചു. അങ്ങനെ ചില വ്യത്യാസങ്ങൾ ഖുറൈശികൾ വരുത്തി. പിന്നെ കഅബ ചതുരാകൃതിയിലാക്കിയിട്ട് ചുരുക്കി. ആ ഇന്ന് കാണാം എന്ത് ചെയ്തു, ഹിജ്ർ ഇസ്മായിൽ കൊണ്ട് കെട്ടിയ ഭാഗം. അതിന് ഹിജ്ർ ഇസ്മായിൽ എന്ന് പേര് വരാൻ കാരണം അത് കഅബയിൽപ്പെട്ട ഭാഗമാണ്. അന്ന് ഖുറൈശികൾ ഒഴിവാക്കിയതാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാം കുറെ പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട 2 ഇസ്മായിൽ നബി അലൈഹിസ്സലാം കഅബ നിർമ്മിച്ചതിന് ശേഷം ആ ഒരു ഭാഗത്തായിരുന്നു ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയത്. അവിടെ ഒരു കല്ലുണ്ടായിരുന്നു. ആ കല്ലിൽ ചാരി ഇരുന്നിട്ടായിരുന്നു ഇബാദത്തിലായി കഴിഞ്ഞുകൂടിയത്. മറ്റൊരു അഭിപ്രായം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം വഫാത്തായപ്പോ അവിടെയാണ് ദഫൻ ചെയ്തത് എന്നും അഭിപ്രായമാണ്. അപ്പൊ ഖുറൈശികൾ ബാക്കിയാക്കി, ചതുരാകൃതിയിലാക്കി, മറ്റത് ബാക്കിയാക്കി. ആ അംഗത്തിന്റെ തുടർന്ന് മക്ക ഫതഹിന്റെ ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു പറയണം, മക്ക ഫതഹിന്റെ അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയിഷ റളിയല്ലാഹു കൂടെ കിടക്കുന്ന ദിവസമാണ്. അന്ന് ആ സന്തോഷം കാരണം രാത്രി ആയിഷയും റസൂലും കഅബ നോക്കി ഇങ്ങനെ ഇരിക്കണം. അന്ന് റസൂല് കഅബ വിജയിച്ചു വന്നല്ലോ, മക്ക വിജയിച്ചു വന്നല്ലോ. അപ്പൊ കഅബ നോക്കി ഇങ്ങനെ കുറെ സംസാരിക്കണം ഭാര്യയോട്. ആയിഷ റളിയല്ലാഹു പറഞ്ഞു, അതിനിടയിൽ എന്നോട് റസൂൽ പറഞ്ഞു, നിന്റെ ഖൗം അഥവാ ഖുറൈശികൾ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്നവരായത് കൊണ്ടാണ് ആ കഅബ പൊളിച്ച് അത് പഴയ രൂപത്തിൽ ഞാൻ ആക്കാതിരുന്നത്. അത് പൊളിച്ചാൽ ഫിത്ന ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ കഅബയെ ഈ രൂപത്തിൽ തന്നെ ബാക്കിയാക്കിയത്. അങ്ങനെ ആ പേടി ഇല്ലായിരുന്നെങ്കിൽ, ഫിത്ന ഉണ്ടാകുമെന്നുള്ള പേടി ഇല്ലായിരുന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹിന് ശേഷം കഅബ പൊളിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ടാക്കിയ അതേ രൂപത്തിൽ ആക്കുമായിരുന്നു. പക്ഷെ റസൂൽ ആക്കിയില്ല. ഫിത്ന പേടിച്ചിട്ട്, കുഴപ്പം പേടിച്ചിട്ട് അങ്ങനെ ആയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരൊക്കെ വഫാത്തായി. ശേഷം ഹസൻ റളിയല്ലാഹു വഫാത്തായി. ശേഷം അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഹിജാസിന്റെ ഭരണം ഏറ്റെടുത്തു. ഹിജാസ് എന്ന് പറഞ്ഞാൽ മക്ക, മദീന, ത്വായിഫ്, ഈ 3 സ്ഥലങ്ങളാണ് ഹിജാസ്. ആ ഹിജാസിന്റെ ഭരണം അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിന്റെ കീഴിലേക്ക് എത്തി. അതിന് വലിയ ചരിത്രമുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റസൂലിന്റെ കാലത്ത് ചെറിയ ആൾക്കാരായിരുന്നു, ചെറിയ സഹാബാക്കളുടെ കുറച്ച് ആൾക്കാർ. ഒന്ന് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ്. റസൂൽ വഫാത്താകുന്ന സമയം 12-13 വയസ്സാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ്.
അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ബിൻ ഉമർ, അബ്ദുല്ലാഹ് ബിൻ ജഅഫർ ബിൻ അബി താലിബ്, അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ്, അബ്ദുല്ലാഹ് ബിൻ സുബൈർ, ഈ അഞ്ചാൾക്കാർ. ഇവരാണ് അൽ അബാദില എന്നറിയപ്പെട്ട സഹാബാക്കൾ. അൽ അബാദില എന്ന് പറയും അബ്ദുള്ളമാർ. എല്ലാവരും പേരും അബ്ദുള്ള അല്ലേ. അൽ അബാദിലത്തുൽ ഖംസ എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാവരും ചെറിയ പറയാക്കാണ്, വലിയ പറയാക്കാരാണ്. ഇവരൊക്കെ റസൂലിന്റെ കാലത്ത് അന്ന് മദീനയിൽ എന്ത് ചെയ്തു, ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അപ്പൊ അബ്ദുല്ലാഹ് ഉമർ പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, ഞാൻ റസൂലിനെ ചാൻ പഴിച്ചാൻ പിൻപറ്റും. അങ്ങനെ എന്നെ പോലെ ഭൂമിയിൽ ഒരാളും റസൂലിനെ പിൻപറ്റുന്ന ആളുണ്ടാകൂല. ഞാൻ ആ രീതിയിൽ അള്ളാഹു റസൂലിനെ പിൻപറ്റും. അതാണ് എന്റെ ആഗ്രഹം. ദുആ ചെയ്തു. ശേഷം സഹാബിയനത്തിന്റെ ആയത്തുകൾ മുത്തബിഉ സുന്ന എന്ന പേരിൽ അറിയപ്പെട്ടു. ലോകത്ത് അബ്ദുല്ലാഹ് ബിൻ ഉമറിനെ പോലെ ഒരാളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ചെയ്തിട്ടില്ല. ആ രീതിയിൽ ചാൻ പഴിച്ച റസൂലിനെ പിൻപറ്റി സഹാബി. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് അള്ളാഹു ഖുർആൻ പഠിപ്പിക്കണം. എന്നേക്കാൾ ഒരു ആലിം അത് ഖുർആന്റെ വിഷയത്തിൽ വേറെ ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ എന്നെ ഖുർആൻ അള്ളാഹു പഠിപ്പിക്കണം, ഞാനത് ജനങ്ങളെ പഠിപ്പിക്കും. അങ്ങനത്തെ ഉണ്ടായി. ആ ദുആ അള്ളാഹു സ്വീകരിച്ചു. മുഫസ്സിറുൽ റഈസുൽ മുഫസ്സിരീൻ എന്നറിയപ്പെട്ട സഹാബി, തർജുമാനുൽ ഖുർആൻ, ഹിബ്റു ഹാദിഹിൽ ഉമ്മ എന്നൊക്കെ റസൂൽ പറഞ്ഞ സഹാബിയാണ്. അഥവാ ഈ ഉമ്മത്തിലെ ഇൽമു സ്വീകരിച്ച സഹാബിയാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഖുർആന്റെ വിഷയത്തിൽ ആ രീതിയിൽ സഹാബി ആലിമാണ്, അത് സ്വീകരിച്ചു. അബ്ദുല്ലാഹ് ബിൻ ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു സഹാബി പറഞ്ഞു, ഞാൻ വലിയ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നു, ആ സമ്പത്തൊക്കെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഹാബിയായി വലിയ സമ്പത്തിന്റെ ഉടമയായി. അദ്ദേഹം അൽ ജവാദ് എന്ന പേരാണ് അറിയപ്പെടുന്നത്. ജവാദ് എന്ന ധർമ്മിഷ്ഠൻ. അങ്ങനെ അബ്ദുല്ലാഹ് ജവാദ് എന്ന പേരാണ് ആ സഹാബി അറിയപ്പെട്ടത് പിൽക്കാലത്ത്. അള്ളാഹു സ്വീകരിച്ചു. അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തതാണ്, ഞാൻ ഹിജാസിന്റെ രാജാവാണ്, എന്നിട്ട് കഅബ പൊളിക്കും. മറ്റു റസൂൽ ആഗ്രഹിച്ചതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച രൂപത്തിൽ കഅബ പുതുക്കി പണിയുമെന്ന് അദ്ദേഹം ദുആ ചെയ്തു. അത് ആഗ്രഹിച്ചു. അതേപോലെ സംഭവിച്ചു. അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ഹിജാസിന്റെ രാജാവായി. മക്ക, മദീന, ത്വായിഫ്, അതാണ് ഹിജാസ്. അങ്ങനെ അത് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ബൈഅത്ത് ചെയ്തു. അബ്ദുല്ലാഹ് സുബൈർ എന്ത് ചെയ്തു? ആ സമയത്ത് കഅബയുടെ ചുറ്റും ഈ പുകയ്ക്കുല ബഹൂർ, അത് പുകയ്ക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അബദ്ധത്താൽ കഅബയുടെ കിസ്വ കത്തിപ്പോയി. അങ്ങനെ കഅബയുടെ ചുറ്റും ആ കിസ്വ മൊത്തം കത്തി നശിച്ചു. ഇതൊരു വലിയ അവസരമായിട്ട് അബ്ദുല്ലാഹ് സുബൈർ കണ്ടു. അദ്ദേഹം പുതുക്കപ്പെടുന്ന നിലയിൽ എന്ത് ചെയ്തു? കഅബ പൂർണ്ണമായിട്ടും പൊളിച്ചു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എടുത്ത ആ രൂപത്തിൽ കഅബ പുതുക്കപ്പെടുന്നു. ഏത് കാലം? ഖുലഫാ റാഷിദീൻ കഴിഞ്ഞു, അമവി കാലഘട്ടമാണ്. ഇങ്ങെത്തി. അതിനുശേഷം കഅബ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പണിത ആ രൂപത്തിൽ പണിതു. നാട്ടില് റസൂൽ എന്താണോ ഭയപ്പെട്ടത് അത് സംഭവിച്ചു. കുഴപ്പം തുടങ്ങി, ഫിത്നകൾ തുടങ്ങി. അന്നും അപ്പൊ ഹജ്ജാജ് ബിൻ യൂസുഫാണ് മക്കയുടെ ഗവർണറായിട്ടുള്ളത്. ഉമവി രാജ്യത്തിന്റെ ഗവർണറായിട്ട് ഹജ്ജാജ് ബിൻ യൂസുഫ് ഉള്ളത്. അറിയാം, ഹജ്ജാജ് ബിൻ യൂസുഫിനെ അറിയാം. ഹജ്ജാജ് ബിൻ യൂസുഫ് വന്ന് മക്കയിലേക്ക് വന്നു. ചോദിച്ചു, അബ്ദുല്ലാഹ് ബിൻ സുബൈർ എവിടെയെന്ന് ചോദിച്ചു. എവിടെയും കാണുന്നില്ല. അപ്പോൾ ഈ കഅബയുടെ ഉള്ളിൽ ഇബാദത്തിനായിട്ട് നിസ്കരിക്കണം ഹജ്ജാജ് ബിൻ യൂസുഫ്. ഹജ്ജാജ് ബിൻ യൂസുഫ് അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹുവിന്റെ വകവരുത്താൻ കുറെ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരു കാരണം കഅബ പൊളിച്ച് മാറ്റി പണിതു എന്നുള്ളതാണ്. അങ്ങനെ കഅബയിൽ നിന്ന് വിളിച്ച് പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് കഅബയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹുവിനെ ഹജ്ജാജ് യൂസുഫ് തല വെട്ടി മാറ്റി. അത്രയും ക്രൂരത ചെയ്ത ആളാണ് ഹജ്ജാജ് ബിൻ യൂസുഫ്. പക്ഷെ ജീവിതത്തിന്റെ അവസാന ഭാഗം ഹജ്ജാജ് ബിൻ യൂസുഫ് തൗബ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ രണ്ട് ഭാഗങ്ങളാണ് ഹജ്ജാജ് ബിൻ യൂസുഫ്. ഒന്ന് ക്രൂരമായ മുഖം, മറ്റൊന്ന് ഖുർആൻ അങ്ങനെ സ്നേഹിക്കുന്ന ഒരാളുമാണ് ഉണ്ടാവുക. ആ രീതിയിലുള്ള രണ്ട് മുഖങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. ചരിത്രം വേറെ. ഇപ്പൊ അബ്ദുല്ലാഹ് ബിൻ സുബൈറിന്റെ കാലത്തും ആ രീതിയിൽ എന്ത് ചെയ്തു? എന്നിട്ട് എന്ത് ചെയ്തു? ആ അബ്ദുല്ലാഹ് ബിൻ സുബൈർ പണിത അദ്ദേഹത്തിനെ കൊന്നതിന് ശേഷം ഹജ്ജാജ് ബിൻ യൂസുഫ് കഅബ പിന്നീട് പൂർണ്ണമായിട്ട് തകർത്തിട്ട് ഖുറൈശികൾ പണിത അതേ രൂപത്തിൽ പണിതു. അതാണ് ഇന്നും ബാക്കിയായിട്ടുള്ളത്. അന്ന് ആ പ്രശ്നം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു നിർമ്മിച്ച ആ രൂപത്തിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ച ആ രൂപത്തിൽ കഅബ ഉണ്ടാകുമായിരുന്നു.
പക്ഷെ എന്ത് ചെയ്തു? ഹജ്ജാജ് യൂസഫ് അത് പൊളിച്ച് മറ്റേതാക്കി. അപ്പൊ അടയാളം വെച്ചു, ഇതാണ് ഹിജ്ർ ഇസ്മായിൽ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ, എനിക്ക് കഅബയുടെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കാൻ വലിയ പൂതിയുണ്ട്, വലിയ ആഗ്രഹമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്ർ ഇസ്മായിൽ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് നിസ്കരിച്ചു, അത് കഅബയിൽ പെട്ടതാണ്. ഇന്നും അവസരം കൊടുക്കുമല്ലോ, ഹാജിമാർക്കും എല്ലാം പോയാലും നിസ്കരിക്കാൻ അവസരം കൊടുക്കും കഅബയുടെ ഉള്ളിൽ. അതാണ് കഅബയുടെ ഘട്ടങ്ങൾ. ഇന്ന് ആ കഅബ അതേപോലെ അവശേഷിക്കുന്നു. രണ്ടാമത് ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് പറഞ്ഞല്ലോ, മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാമിന്റെതും കഅബയുടേതും വേറെ പോലെയാണ്. ആ കാലഘട്ടത്തിലൊന്നുമില്ല, കഅബയ്ക്ക് ചുറ്റും മസ്ജിദുൽ ഹറാം പള്ളിയില്ല, കഅബയ്ക്ക് ചുറ്റും പള്ളിയില്ല. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് അവിടെ ഒരു പള്ളി നിർമ്മിക്കുന്നത്. അത് ചുറ്റുമല്ല, കഅബയുടെ ഒരു ഭാഗത്ത് ഒരു സൈഡിൽ പള്ളി നിർമ്മിച്ചു ഉമറുള്ളാഹിന്റെ കാലത്ത്. അതിന് മുമ്പൊന്നുമില്ല, മസ്ജിദുൽ ഹറാം എന്ന പള്ളി കഅബ തന്നെയാണ്. ഉമറുള്ളാഹിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉമറുള്ളാഹിനെ നിർമ്മിച്ചതിനെ കുറച്ച് വിശാലമാക്കി. അവിടുത്തെ വീടുകളൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട്, കുറെ ചുറ്റു വീടുകളാണ്, ആ വീടുകളൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് കുറച്ച് വിശാലമാക്കി. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലശേഷം ഉമവി ഭരണാധികാരി മർവാൻ ബിൻ അബ്ദുൽ മലിക് എന്ത് ചെയ്തു? കുറച്ചുകൂടി വിശാലമാക്കി. അതിനുശേഷം വലീദ് ബിൻ അബ്ദുൽ മലിക്, ഇതൊക്കെ ഉമവി കാലഘട്ടത്തിലെ രാജാക്കന്മാരാണ്. വലീദ് ബിൻ അബ്ദുൽ മലിക് അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാം മാറ്റി ചുറ്റും ഇന്ന് കാണുന്ന രൂപത്തിൽ കഅബയ്ക്ക് ചുറ്റും മസ്ജിദുൽ ഹറാം അദ്ദേഹം പണിതു. അദ്ദേഹമാണ് ആദ്യമായിട്ട് മസ്ജിദുൽ ഹറാം പണിത ആളായിട്ട് ചരിത്രത്തിൽ അറിയപ്പെട്ട ആൾ. ഈ രീതിയിൽ കഅബയ്ക്ക് ചുറ്റുമായിട്ട് നമുക്ക് കാണുമല്ലോ, കഅബ നടുക്ക്, കഅബയ്ക്ക് ചുറ്റും പള്ളിയാണ്. അത് വലീദ് ബിൻ അബ്ദുൽ മലിക്കാണ്, അത് ഉമവി ഭരണാധികാരിയാണ് ആദ്യമായിട്ട് ആ രീതിയിൽ നിർവഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശേഷം അബ്ബാസി കാലഘട്ടം, ഉമവി കാലഘട്ടത്തിന് ശേഷം അബ്ബാസി കാലഘട്ടം, അബ്ബാസി രാജാക്കന്മാർ, അവര് ആദ്യത്തെ ജഅഫർ ബിൻ മൻസൂർ, ആ മൻസൂർ രാജാവാണ് പിന്നെന്ത് ചെയ്തു? അതിനെ കുറച്ചുകൂടി വിശാലമാക്കി. അതിനുശേഷം ഉസ്മാനിയാക്കൾ, ഓട്ടോമൻ സാമ്രാജ്യം എന്ന് പറയും ഇംഗ്ലീഷിൽ, ഉസ്മാനിയാക്കൾ അവസാനം വെച്ച തുർക്കികൾ, അവർക്ക് ഉസ്മാനിയ ഭരണത്തിന് ബാക്കിയാണ്. ആ തുർക്കികളാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ അതിനാക്കിയത്. അതിനുശേഷമാണ് ആലു സഊദ്, ഇന്ന് കാണുന്ന രാജാവ് സൽമാൻ രാജാവ് ഈ രൂപത്തിൽ ആക്കിയത്. അതാണ് എന്റെ മസ്ജിദുൽ ഹറാമിന്റെ ചരിത്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ആ പള്ളി ഇല്ല, വളരെ കാലത്താണ് ആദ്യമായിട്ട് ഒരു പള്ളി വരുന്നത്. റസൂലിന്റെ കാലത്ത് മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ കഅബയാണ്. ഇതാണ് മസ്ജിദുൽ ഹറാമിന്റെ ചരിത്രം. പിന്നെ ഹജറുൽ അസ്വദ് പറഞ്ഞല്ലോ, ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇറക്കി കൊടുത്തതാണ്, അത് നഷ്ടപ്പെട്ടു. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരിച്ച് ജബൽ അബീ ഖുബൈസ് എന്ന മഞ്ഞുമൂളിൽ തിരിച്ച് അവിടെ തന്നെ വെച്ചു. അത് പിന്നീട് ഉസ്മാനിയ ഭരണകാലത്ത് ഫാത്തിമിയാക്കൾ കട്ടുകൊണ്ടുപോയി. ഫാത്തിമിയാക്കള് ഷിയാക്കളെ ഭരണം, രാജഭരണം ഷിയാക്കളാണ്, അവർ കട്ടുകൊണ്ടുപോയി ഹജറുൽ അസ്വദ്. പിന്നീട് അത് തിരിച്ച് പിടിച്ചു. തിരിച്ചു പിടിക്കുന്ന സമയത്ത് അതിന് കേടുപാടുകൾ സംഭവിച്ചു. അത് 3 കഷ്ണമായി മാറി. ഇന്ന് നമ്മൾ കാണുന്നത് 3 കഷ്ണം, ചെറിയ കല്ല് അല്ലെ, ശരിക്കും കണ്ടവർക്ക് മനസ്സിലാവും. 3 കല്ലാണ് കാണാം, വലിയ കല്ലായിട്ടില്ല. ആ സമയം ആ കാലഘട്ടത്തിൽ അത് പൊട്ടിയതാണ്. അതാണ് ഹജറുൽ അസ്വദ്. അത് വെള്ളയായിരുന്നു, അതിൽ നിന്ന് കറുപ്പ് രൂപത്തിലുള്ളത്. ഇതില് ആദം സന്തതിയുടെ പാപക്കറ വലിച്ചെടുത്തിട്ട്. പിന്നെ മാഉ സംസം. മാഉ സംസം ജബൽ അബീ ഖുബൈസ് ആ മലയിടത്താണ് ഹാജറ ബീവിയെയും മകൻ ഇസ്മായിലിനെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആക്കി പോകുന്നത്. തിരിച്ചുപോയി മകൻ ഇസ്മായിലിനെ ദാഹിച്ചു. ഹാജറ ബീവി ആ സമയത്ത് 2 ചെറിയ കുന്നുകളാണ്, സഫയും മറുവയും, 2 കുന്നുകളാണ്. ഹാജറ ബീവി ആ 2 കുന്നുകൾ കയറി നോക്കും, ആരെങ്കിലും ഉണ്ടോ. ഒരു മറുവയിലേക്ക് നോക്കും, സഫയിന്റെ മുകളിൽ നോക്കും, പിന്നെ ഇങ്ങനെ വന്ന് മറുവന്റെ മുകളിൽ നോക്കും. അതിന്റെ ഇടയിൽ ഓടുമായിരുന്നു. ആ ഓടിയ ഭാഗമാണ് ഇന്ന് സഅയ് ചെയ്യുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓടനെ മശ്റൂആക്കി. ആർക്ക്? ആണുങ്ങൾക്ക്. അന്ന് ഓടിയതല്ല കൊണ്ട്, പക്ഷെ അല്ലാഹു മശ്റൂആക്കി, നിയമമാക്കിയത് ആണുങ്ങളോടാണ്. ഹജ്ജിന്റെയും ഉംറയുടെയും ഓരോ ഇബാദത്തിനും നമുക്ക് ബുദ്ധിയോട് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിലെ ഈ അഖിലാനാണ് അപ്പോൾ എന്താ വാക്കിയത്, ഹജ്ജിനും ഉംറയ്ക്ക് പോയിട്ട് ഒന്നും തിരിയില്ല. അള്ളാന്റെ ഹിക്മത്താണ്. അള്ളാഹു പറയുന്നു, നമ്മൾ ചെയ്യുന്നു. സമീഅനാ വ അത്അനാ. അതാണ് ഹജ്ജ്. അറഫയിൽ നിൽക്കാം, മുസ്ദലിഫിൽ നിൽക്കാം, മിനയിൽ പോവാ,
ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുക. എന്തിന് ഇതിന്റെ പിറകിലെന്താണ് നമുക്ക് അള്ളാഹ്ക്ക് മാത്രം അറിയാം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാള് ശരിയായ രീതിയിൽ ഹജ്ജ് ചെയ്താൽ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത് അവന്റെ ഉമ്മ പ്രസവിച്ച പോലെ മനസ്സായിട്ടാണ് തിരിച്ചത്. എല്ലാ പാപങ്ങളും മാപ്പാക്കി കൊടുക്കും. ആ രീതിയിലാണ്. അതാണ് പൂർണ്ണമായിട്ടും അല്ലാഹുവിന്റെ മുമ്പിൽ കീഴൊതുങ്ങുക. അതാണ് ഹജ്ജ്. അങ്ങനെ ഓടി ആ സമയത്താണ് വെള്ളം കാണുന്നത്. തിരിച്ചുവരുമ്പോഴ വെള്ളം കാണുന്നത്. രണ്ടഭിപ്രായമാണല്ലോ. ഒന്ന്, മലവത്സരം കാലിട്ടടിച്ചപ്പോ അവിടുന്ന് വെള്ളം വന്നു. മറ്റൊരു അഭിപ്രായം, ജിബ്രീൽ ചിറകുകൾ കൊണ്ട് അടിച്ചപ്പോഴാണ് വെള്ളം വന്നത്. ആ വെള്ളം ഇങ്ങനെ വന്നു. വെള്ളം വന്നു. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കുടിപ്പിച്ചു. ഹാജറ കുടിച്ചു. പിന്നെയും വെള്ളം ഇങ്ങനെ വരിക. ഹാജറ പേടിച്ചു. അപ്പൊ ഹാജറ പറഞ്ഞു സംസം തുറന്നു. സംസം എന്ന വാക്ക് ഖിബ്തിയ ഭാഷയാണ്. ആ മിസ്റിൽ അറബി മിസ്രയല്ലേ, മിസ്ർ എന്നല്ലേ സാറബിക്ക് സമാനമായിട്ട് കൊടുക്കുന്നത്. ഖിബ്തിക്കാരത്താണ്. ഖിബ്തി ഭാഷയിൽ സംസം എന്ന് പറഞ്ഞാൽ തവഖഫ്, നിൽക്ക് എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെ സംസം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ വെള്ളം നിന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മുടെ ഉമ്മ ഹാജറാക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അന്ന് ആ മഹദി സംസം എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നത് ഒഴുകുന്ന പുഴയാകുമായിരുന്നു, കാബയ്ക്ക് അതിന്റെ താഴെയാകുമായിരുന്നു. അതാണ് സംസം കിണർ. സംസം കിണറിന്റെ ചരിത്രം, മക്കയിൽ പിന്നീട് ആദ്യമായി താമസിക്കുന്നത് കുസും ഗോത്രക്കാരാണ്. കുസും എന്ന അറബി ഗോത്രമാണ്. മക്കയിൽ വെള്ളമില്ല, വലിയ പ്രയാസത്തിൽ താമസിക്കുന്നു. അതിനുശേഷം ജുർഹും ഗോത്രക്കാർ താമസിച്ചു. ജുർഹും ഗോത്രക്കാര് അന്ന് അറബികൾ എന്താണ്, ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കും, ഒരു സ്ഥലത്ത് താമസിക്കും, പിന്നെ അവിടെ കൊണ്ട് വേറെ സ്ഥലത്ത് താമസിക്കും. അങ്ങനെ അവസാനമായിട്ട് ജുർഹും ഗോത്രമാണ് കാബയ്ക്ക് ചുറ്റുമായിട്ട് താമസിച്ചത്. അവരെന്ത് ചെയ്തു, അവരവിടുന്ന് പോകുമ്പോ ഈ മണ്ണിട്ടിട്ട് മൂടി, സംസം കിണറ് മണ്ണൊക്കെ ഇട്ടിട്ട് മൂടി, ആരും കാണാത്ത അവസ്ഥ. പിന്നീട് ആരാണ് തുറക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂതാലിബാണ് തുറക്കുന്നത്. അങ്ങനെ സ്വപ്നം കണ്ടു. അബ്ദുൽ മുത്തലിബ് സ്വപ്നം കണ്ടു. കുറെ പ്രാവശ്യം ആവർത്തിച്ച് സ്വപ്നം കണ്ടപ്പോഴത്തേക്കും അവിടെ പോയി അത് കുഴിച്ചെടുത്തു. അങ്ങനെയാണ് പിന്നീട് അത് സംസം കിണറ്. ഇന്ന് എവിടെയാണ് വരിക? സംസം കിണർ എവിടെ വരിക? കാബിനെ ചുറ്റും മത്താപ്പിൽ സൈ ചെയ്യും, തവാഫ് ചെയ്യൂലേ, അതിന്റെ താഴെ ഭാഗത്താണ് സംസം കിണറുള്ളത്. അതാണ് സംസം കിണറിന്റെ. പിന്നെയുള്ള സ്ഥലങ്ങള് മഖ്ബറത്തുൽ മുഅല്ല, മക്കയിലെ പ്രധാനപ്പെട്ട ഖബർസ്ഥാനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ അവിടെയാണ് മരണപ്പെട്ടത്. അതുപോലെ റസൂലിന്റെ മകൻ ഖാസിം, അബ്ദുള്ള എന്നീ രണ്ടാൾക്കാരും മരണപ്പെട്ടത് മഖ്ബറത്തുൽ മുഅല്ലയിലാണ്. സാധാരണ എല്ലാവരും പോകുമ്പോൾ അവിടെ സിയാറത്ത് ചെയ്യാറുണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ ഖബർ. ഖദീജ റളിയല്ലാഹു അൻഹ ഒഴിഞ്ഞ് പറയാൻ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ സമയം അനുവദിക്കില്ല, ദിവസം പറയണം. ആരായിരുന്നു ഖദീജ? ആദ്യത്തെ റസൂലിന് താങ്ങും തണലുമായി ജീവിച്ച ആളായിരുന്നു. വലിയ സമ്പത്തുള്ള ആളായിരുന്നു. റസൂലിന്റെ ആ പ്രയാസത്തിൽ റസൂലിന്റെ കൂടെ നിന്നു. ഒരു ഭാര്യ എങ്ങനെയാണ് ഖദീജനെ കണ്ടുപിടിക്കുന്നത്, ഒരു പെണ്ണെങ്ങനെ ജീവിക്കണം ഖദീജനെ കണ്ടുപിടിക്കണം. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ വന്നു. ജിബ്രീൽ പറയണം അല്ലാഹു റസൂലിനോട്, ഖദീജക്ക് അല്ലാഹു സലാം പറഞ്ഞിട്ടുണ്ട്, ഞാനും സലാം പറയുന്നു, അതെന്ന് അറിയിക്കണം. ആ സ്ഥാനത്ത് ചോദിക്കാൻ, ജീവിച്ചിരിക്കുമ്പോൾ ജിബ്രീൽ മുഖേന അല്ലാഹു സലാം പറഞ്ഞായിട്ടാണ് ഖദീജക്ക്. ജിബ്രീൽ പറഞ്ഞു, എന്റെ ഭാഗത്തുനിന്ന് ഖദീജക്ക് സലാമുണ്ട്, അത് പറയണം. അത് കേട്ടപ്പോ ആ സന്തോഷം ആലോചിച്ച് ഖദീജയുടെ മാനസികാവസ്ഥ. അത്രയും സ്ഥാനത്തുള്ള ആളായിരുന്നു ഖദീജ. ഇപ്പൊ പറയണം, ഷൗക്ക മുഴുവൻ ചരിത്രം എന്ന് പറയണം. ആ ഖദീജ വഫാത്തായി കിടക്കുന്നത് മഖ്ബറത്തുൽ മുഅല്ലയിലാണ്. പിന്നെ റസൂലിന്റെ രണ്ട് മക്കളും, റസൂൽ എല്ലാ മക്കളും ഖദീജയിൽ നിന്നുണ്ടായ മക്കളാണ്. ഇബ്രാഹിം അലൈഹി. പിന്നെ അറഫ, അതുപോലെ തന്നെ മുസ്ദലിഫ, മിന. മുസ്ദലിഫയും മിനയും മക്കയിൽപ്പെട്ടതാണ്, മക്കയുടെ ഉള്ളിലാണ്. അവിടെ ഈ മൂന്ന് സ്ഥലങ്ങൾക്ക് എന്തില്ല, ഹജ്ജിന്റെ ആ സമയത്ത് മാത്രമേ പ്രാധാന്യമുള്ളൂ. അതല്ലെങ്കിൽ അത് സാധാരണ സ്ഥലമാണ്, ഒരു പ്രാധാന്യം അതിന് ഇല്ല. ഇന്ന് ഉംറക്കനെ പോയിട്ട് അറഫയിൽ പോയിട്ട് ഭയങ്കര മണ്ഡലത്ത് മുത്തലും ഒരു കാര്യമില്ല. അറഫക്ക് പ്രാധാന്യമുള്ള ഒരേ ഒരു വർഷത്തിൽ ഒറ്റ ദിവസം ദുൽഹിജ്ജ 9 അന്ന് അറഫയിൽ നിൽക്കണം. നിന്നിട്ടില്ലെങ്കിലോ അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അത് അറഫയിൽ ഒരു സെക്കൻഡിൽ നിന്നിട്ടില്ലെങ്കിൽ അവരുടെ ഹജ്ജ് ബാത്തിലാണ്. അടുത്ത വർഷം മറ്റേ ഹജ്ജ് വീണ്ടും ചെയ്യേണ്ടത്.
ആ ഒരു ദിവസം അറഫയുടെ പ്രാധാന്യം. അറഫക്ക് അറഫ, മുസ്ദലിഫ, മിന, ഈ മൂന്ന് സ്ഥലങ്ങളിൽ അറഫ മക്കൾക്ക് പുറത്താണ്, മുസ്ദലിഫയും മിനയും മക്കൾക്ക് ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഖുറൈശികള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് തന്നെ ഹജ്ജ് ചെയ്യുമായിരുന്നു. ആ ഹജ്ജിന്റെ സമയത്ത് എന്ത് ചെയ്യില്ല, ഖുറൈശികള് അറഫയിലേക്ക് പോകൂല. അവർ മശ്അറുൽ ഹറാമിൽ നിന്നിട്ട് മുസ്ദലിഫയിൽ നിന്നിട്ട് തിരിച്ചു വരും. അവിടെ എന്താ പറയാ, നമ്മൾ ഹറമിന്റെ ആൾക്കാരാണ്, നമ്മൾ ഹറം കൊണ്ട് പുറത്തു പോകൂല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് മശ്റൂഅായപ്പോൾ, റസൂലിന്റെ റിസാലത്തിൽ മശ്റൂഅായപ്പോൾ ജനങ്ങളൊക്കെ എവിടത്തേക്കാണ് പോകുന്നത്, അവിടത്തേക്ക് നിങ്ങളും പോകണം. അങ്ങനെ അറഫയിലേക്ക് പോകണം. അതിന്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ മനസ്സിലാകുന്നത് എന്താണ്? ഖുറൈശികള് പാരമ്പര്യ മുസ്ലിങ്ങളായിരുന്നു. അവർ ഏതെങ്കിലും ഒരു മതത്തിൽ വന്ന ആ രീതിയിലുള്ള ആൾക്കാരായിരുന്നല്ല. അത് വേറെ പറയണം. അപ്പം അറഫ, മുസ്ദലിഫക്ക് മുസ്ദലിഫ എന്ന് പേര് വരാൻ കാരണം ഇസ്ദലഫ എന്ന് പറഞ്ഞാൽ അടുത്തു എന്നർത്ഥം. അടുത്തു. അഥവാ ആദം നബി അലൈഹിസ്സലാമും ഹവ്വ ബീവി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭൂമിയിൽ രണ്ട് ഭാഗത്താണ് വന്നത്. അവർ അടുത്തത് എവിടെയാണ്? മുസ്ദലിഫയിൽ വെച്ചാണ്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് മുസ്ദലിഫ എന്ന് പേര് വന്നത്. അവർ പരസ്പരം കണ്ട് മനസ്സിലാക്കിയത് അറഫയിൽ വെച്ചു. അതുകൊണ്ടാണ് അറഫക്ക് അറഫ എന്ന് പേര്. അറഫ മനസ്സിലാക്കി നടത്തും. അവിടെയാണ് അറഫക്ക് അറഫ എന്ന് പേര് വന്നത്. അവിടെ ഭൂമിയിൽ അറഫയിൽ വെച്ചാണ് ആദം നബി അലൈഹി സ്വലാം ഹവ്വ ബീവിയും കണ്ടുമുട്ടിയത്. വേറൊരു അഭിപ്രായത്തിലുള്ളത് അറഫയിൽ വെച്ചിട്ടാണ് അവർ രണ്ടാൾക്കാരും തൗബ ചെയ്തത്. റബ്ബന എഴുത്തറാം, തെറ്റ് അള്ളാഹുവിനടുത്ത് സമ്മതിച്ചത് അറഫയിൽ വെച്ചിട്ടാണ് ഒരു അഭിപ്രായമുണ്ട്. മിന മക്കയിൽപ്പെട്ടതാണ്. മിനയിൽ വെച്ചാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോയ സ്ഥലം. ഇന്നും അടയാളപ്പെടുത്തിയ പ്രശ്നത്തില്ല, അതങ്ങനെ പരസ്യമാക്കിയിട്ടില്ല. അത് മിനയുടെ ഭാഗത്ത് വെച്ചിട്ടാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ കണ്ടുകൊണ്ടേണ്ട്, സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. പല പ്രാവശ്യം അത് കണ്ടു. അങ്ങനെ അറഫാന്റെ ദിവസം ദുൽഹിജ്ജ 9 നല്ലോണം കണ്ടു. അങ്ങനെ അത് മനസ്സിലാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇത് 1-ാം ഭാഗത്തുള്ള വഹിയാണെന്ന് മനസ്സിലാക്കി. അതെപ്പോഴാണ്? ദുൽഹിജ്ജ 9 മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അറഫക്ക് അറഫാദ് പേര് വരാൻ കാരണം. അതൊരു അഭിപ്രായമാണ്. അങ്ങനെ ദുൽഹിജ്ജ 10 അന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ കൂട്ടി പോയിട്ട് മിനയിൽ നിന്നും അറക്കുന്നത്. അതാണ് ഇന്ന് യൗമുൻ നഹ്റല്ല, യൗമുൻ നഹ്ർ എന്നാ പറയാ, അറവിന്റെ ദിവസം. ഹജ്ജ് പൂർത്തിയാക്കിയിട്ട് ദുൽഹിജ്ജ 10 അറവ് നടത്തുന്നത്. അതാണ് 3 സ്ഥലങ്ങൾ. ഇതിനൊക്കെ പ്രാധാന്യം വരുന്നത് ആ ഹജ്ജിന്റെ സമയത്ത് മാത്രമാണ്. അല്ലാത്ത സമയത്ത് അതിന് യാതൊരു പ്രാധാന്യവും ഇല്ല. അടുത്തത് ഹിറാ ഗുഹ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ ആൾക്കാരുടെയും ഖുറാഫാത്തും ഈ ശിർക്കി പ്രവർത്തനങ്ങളും കണ്ട് മനസ്സ് മടുത്ത് വേദനിച്ചിട്ട് എന്ത് ചെയ്തു? ഈ മലമുകളിൽ കയറി. ഏകദേശം മക്കയിൽ നിന്നും 4 കിലോമീറ്റർ ദൂരത്തിലാണ് ഹിറാ ഗുഹയുള്ളത്. കാബയിൽ നിന്നും 4 കിലോമീറ്റർ ദൂരം. ഇത് കാണാം, നല്ല മലയാണ്. ആ സമയത്ത് റസൂൽ ഒറ്റയ്ക്ക് കയറി അവിടെ പോയിരുന്നു. അവിടുന്നാണ് ആദ്യമായിട്ട് ജിബ്രീലിനെ കാണുന്നത്, വഹീ നൽകുന്നത്. അങ്ങനെയാണ് പേടിച്ച് റസൂൽ താഴേക്ക് വരുന്നത്. കാരണം അതിനുശേഷം റസൂലിന്റെ നുബുവത്ത് കിട്ടി, റിസാലത്തിന് ശേഷം ഹിറാ ഗുഹ, അതാ ഇവിടെയാണ് എനിക്ക് ആദ്യമായിട്ട് വഹീ കിട്ടിയത്. അങ്ങനെ പ്രത്യേകം സഹാബാക്കളെ പഠിപ്പിക്കുവോ, അത് സഹാബാക്കളോട് കാണിച്ചു കൊടുക്കുവോ, അങ്ങനത്തെ യാതൊരു പ്രവർത്തനവും റസൂലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകത കൽപ്പിക്കലോ അത് പുണ്യസ്ഥലമായിട്ട് കാണലോ ഇസ്ലാമിൽ മശ്റൂ അല്ല. റസൂൽ അത് നുബുവത്തിന്റെ ശേഷം 23 വർഷം ജീവിച്ചിട്ടും റസൂൽ അങ്ങോട്ട് പോയതായിട്ടോ അത് പ്രത്യേകമായി ഫദ്ല് പറഞ്ഞതായിട്ടോ യാതൊന്നും കാണാൻ കഴിയില്ല. അടുത്തത് ജബൽ നൂർ എന്ന മലമുകളിലാണ് ഗാറു തൗർ. അത് ഏകദേശം 4 കിലോമീറ്റർ ആണ്. കാബയിൽ നിന്നും 4 കിലോമീറ്റർ ദൂരത്തിലാണ് തൗർ ഗുഹ. 4-5 ആൾക്കാർക്ക് ഏകദേശം ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. 2 ഭാഗത്തും അതിന് സ്ഥലമുണ്ട്. ഇതിലേക്ക് ഇറങ്ങാം. 2 ഭാഗത്തും ഓപ്പൺ ആയ ഗുഹയാണ് തൗർ ഗുഹ. അവിടുന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം